ബംഗളൂരുവിൽ നിന്ന് രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നുവെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന് ലഭിച്ച നിർണായക രഹസ്യ സന്ദേശം. ആ രഹസ്യ സന്ദേശത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാഹിത വിഭാഗത്തിലുള്ള അത്യാഹിത സർവീസ് നടത്തുന്ന വാഹനങ്ങൾ ഇതിനുപയോഗിക്കാൻ സാധ്യതയുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഇത് കൈകാര്യം ചെയ്തത് നേരെ ലഹരി വിരുദ്ധ സേനയിലെ SI ആയിട്ടുള്ള ബിപിൻ നായരോട് എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുകയായിരുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ തൊട്ട് പോലീസ് ഈ ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിൽ വന്ന് വാഹനങ്ങൾ പരിശോധിച്ചു, പ്രത്യേകിച്ച് ആംബുലൻസുകൾ. അങ്ങനെ ഷാരോൺ എന്ന മുൻവശത്ത് പേരെഴുതിയിട്ടുള്ള ആംബുലൻസ് വരുന്നു. ഈ ആംബുലൻസ് വരുമ്പോൾ ചീറിപ്പാഞ്ഞു വരികയാണ്. വരുന്ന സമയത്ത് പോലീസ് കൈകാണിക്കുന്നു. പോലീസ് കൈകാണിച്ച സമയത്ത് അവർ നിർത്തി നോക്കി. ആംബുലൻസിൽ രോഗിയില്ല. നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ മരിച്ച ഒരു ആളെ കൊണ്ട് നേരെ ബാംഗ്ലൂരുവിൽ പോയതായിരുന്നു. ബാംഗ്ലൂരുവിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. ബാംഗ്ലൂരുവിൽ നിന്ന് വരുന്നതാണെന്ന് ഇരുവരും സമ്മതിച്ചു. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ അവർ സമ്മതിച്ചു, ഞങ്ങൾ രാസലഹരിയുമായാണ് ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നതെന്ന്. പക്ഷേ ഈ രാസലഹരി എവിടെ ഒളിപ്പിച്ചു? വ്യാപകമായി പരിശോധിച്ചു. പോലീസ് ആംബുലൻസിന്റെ മുക്കും മൂലയും അരിച്ചുപറക്കി. രാസലഹരി കാണാനില്ല. അങ്ങനെ ഡ്രൈവർ ഇരിക്കുന്ന ആ ക്യാബിൻ ക്രൂ ഇരിക്കുന്ന അതിന്റെ മുകളിലായി റക്സിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുക്കുകയായിരുന്നു ഈ രാസലഹരി. 280 ഗ്രാം രാസലഹരി. ഇതിന് മാർക്കറ്റിൽ 10 ലക്ഷം രൂപയോളം വില വരും. മണ്ണുത്തി വെട്ടിക്കൽ സ്വദേശിയായ ഫെയ്ത്ത് ജോയ് ആയിരുന്നു ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്നെ വണ്ടിയിലുണ്ടായിരുന്നു. സഹായിയായിട്ടുള്ള അഞ്ചേരി സ്വദേശിയായ സന്ദീപും. ഇവരോട് ചോദിക്കുന്ന സമയത്ത് ഇവർ ആദ്യമായാണ് രാസലഹരിയുമായി ആംബുലൻസിൽ വരുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇതിനു മുമ്പും ഇവർ രാസലഹരി ഈ ആംബുലൻസിൽ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കൈയോടെ പിടികൂടാത്തതിനാൽ തെളിവില്ലതാനും. ഈ ഒരു 10 ലക്ഷം രൂപയുടെ രാസലഹരിയുമായി ഇരുവരും വന്ന വിവരം കേരള പോലീസിനെയും ഞെട്ടിച്ചു. കാരണം ആംബുലൻസിൽ ഇങ്ങനെയൊരു രാസലഹരിക്കെടുത്ത് പോലീസ് പോലും പ്രതീക്ഷിച്ചില്ല. നകുൽ രാജേന്ദ്ര ദേശ്മുഖ് സിറ്റി പോലീസ് കമ്മീഷണർ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ആംബുലൻസ് ഡ്രൈവർമാരുടെ യോഗം അടിയന്തരമായി വിളിക്കണം. രോഗികളുമായി തിടുക്കത്തിൽ പോകേണ്ട ആംബുലൻസിനെ, ഈ ഒരു അത്യാഹിത സർവീസ് നടത്തുന്ന ഇത്തരം ആംബുലൻസിനെ ഇങ്ങനെ രാസലഹരി കടത്തിന്റെ ഉറവിടമാക്കി രാസലഹരി കടത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എത്രത്തോളം നിഷ്ഠൂരമാണ്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരി വിരുദ്ധ വേട്ടയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിന്റെ അടുത്ത കർമ്മ പദ്ധതി. ഈ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിൽ പിടികൂടുന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത്. 280 ഗ്രാം രാസലഹരി എന്ന് പറയുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. തൃശൂർ സിറ്റി പോലീസിനും ലഹരി വിരുദ്ധ സേനയ്ക്കുമെല്ലാം അഭിമാനിക്കാം. കാരണം ഇത്രയും രഹസ്യമായി ആംബുലൻസിൽ കടത്തിയ രാസലഹരി പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. ഈ 280 ഗ്രാം MDMA നമ്മുടെ പാവം യുവജനങ്ങൾക്കിടയിൽ എത്തിയാൽ അവർ അത് വീണ്ടും ഉപയോഗിക്കും. ഇങ്ങനെ കേരളത്തിലേക്ക് ഒഴുകുന്ന രാസലഹരി തടയണമെങ്കിൽ കർണാടകയിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. കേരള പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ബാംഗ്ലൂരുവിൽ പോകുമ്പോൾ അവരോട്, കേരള പോലീസിനോട് കളിയാക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കൂടുതലും തിന്നുന്നത് രാസലഹരിയാണോ എന്ന്. അത്രയ്ക്ക് ഉപയോഗമാണ് മലയാളികൾക്കിടയിൽ രാസലഹരി. ഇത് തടയുക എന്നുള്ളതാണ് കേരള പോലീസിനെയും എക്സൈസിനെയും സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള വെല്ലുവിളി. തൃശൂർ വാണിയമ്പാറയിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.